വടക്കഞ്ചേരി പഞ്ചായത്തിലെ സ്ഥിതി തൃശങ്കു. UDF 34 വർഷത്തിനു ശേഷം ഭരണത്തിനടുത്ത്. 1991 മുമ്പ് UDF വടക്കഞ്ചേരിയിൽ ഭരണത്തിലെത്തിയിരുന്നത്. ഇത്തവണ UDF നടത്തിയ ശക്തമായ നീക്കമാണ് മുന്നണിക്ക് അനുകൂലമാക്കിയത്. CPM-ലെ പടലപ്പിണക്കമാണ് തിരിച്ചടിക്ക് കാരണമായത്. 22-അംഗ സമിതിയിൽ CPM-നും കോൺഗ്രസിനും 9 വീതം സ്ഥാനങ്ങളും സ്വതന്ത്രന് 1-ഉം BJP-ക്ക് 3-ഉമാണുള്ളത്. സ്വതന്ത്രൻ UDF-നെ പിന്തുണയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 18-ാം വാർഡിലെ പ്രധാനിയാണ് പ്രധാനിയാവുക. ഭരണത്തിലെത്താൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇല്യാസ് പടിഞ്ഞാറേക്കര പറഞ്ഞു. വടക്കഞ്ചേരി പഞ്ചായത്ത് തുടർച്ചയായി 35 വർഷക്കാലം ഭരിച്ചത് LDF-ആണ്. LDF-ൻ്റെ ഭരണങ്ങളിൽ നിന്ന് അതിൽ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും മനം മടുത്തിട്ടാണ് ജനങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിർത്തിയ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി UDF ശ്രമിക്കും. പിന്നെ ഭരണം ഇപ്പോൾ 50-50 9 സീറ്റ് LDF-നും 9 സീറ്റ് UDF-നുമായി നിൽക്കുകയാണ്. 3 സീറ്റ് BJP, ഒരു സ്വതന്ത്രം. അപ്പോൾ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് UDF-ൻ്റെ ലക്ഷ്യം. അതിന് വേണ്ട സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. നമ്മൾക്ക് അറിയാലോ, ഒരു ചാമ്യാക്കൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം, അത് UDF-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നത് ചാമ്യാക്കൻ. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണെന്നുള്ളൂ. കാരണം ഇന്ദിരാപ്രിയദർശൻ ബസ് സ്റ്റാൻഡാണെങ്കിലും അവിടെ തുടങ്ങി എടുത്തു പറയാൻ പറ്റുന്ന വികസനങ്ങൾ അന്ന് ചാമ്യാക്കൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്ന് അതിനനുസരിച്ച് വളർന്നു കഴിഞ്ഞു, അത് ലോകം വളർന്നു കഴിഞ്ഞു, സാഹചര്യങ്ങൾ വളർന്നു കഴിഞ്ഞു. 5 പഞ്ചായത്ത് സംഗമ സ്ഥലമാണ് വടക്കഞ്ചേരി. അതിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കൊടുക്കുക UDF ശ്രമിക്കും. കാരണം വടക്കഞ്ചേരി എന്നുള്ളത് പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെ ഇടയിലും പ്രധാനപ്പെട്ട ടൗണാണ്. അതുകൊണ്ട് തന്നെ വടക്കഞ്ചേരിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് വളർച്ചയിലേക്ക്. അതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ട മുൻകരുതലായിരിക്കും UDF ഭാഗത്ത് ആദ്യമായി ഉണ്ടാകും. അതിൽ വടക്കഞ്ചേരിയിലുള്ള ഗതാഗതക്കുരുക്ക്, ഈ റോഡ് കയ്യേറ്റങ്ങൾ, അതിലെ ഫുട്പാത്ത് കയ്യേറ്റങ്ങൾ തുടങ്ങി റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വികസനം, വെള്ളം, വെളിച്ചം, റോഡ് ഇതിലേക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതായിരിക്കും നമ്മുടെ മുഖ്യ ലക്ഷ്യം. കുടിവെള്ളക്ഷാമം, ഗതാഗത പ്രശ്നം എന്നിവ പഞ്ചായത്തിലെ ജനങ്ങളെ അലട്ടുന്ന വിഷയങ്ങളാണ്. ഇതിനായിരിക്കും മുൻഗണന നൽകുകയെന്ന് ഇല്യാസ് UTV-യോട് വ്യക്തമാക്കി. UTV ന്യൂസ്, പാലക്കാട്.